CJPയുടെ ഡൽഹി സമരത്തിന്റെ ഉജ്ജ്വല വിജയവും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയും മോദി സർക്കാരിന്റെ അവസാനത്തിന്റെ ആരംഭമെന്നാണ് പ്രതിപക്ഷ കക്ഷികളുടെ ആത്മവിശ്വാസം. പ്രതിപക്ഷത്തെ ദുർബലമാക്കാനുള്ള മോദി സർക്കാരിന്റെ നീക്കത്തിന് തിരിച്ചടിയാണോ പ്രധാന്റെ രാജി? സമര വിജയത്തിന്റെ ഊർജ്ജമേറ്റുവാങ്ങി പ്രതിപക്ഷം ശക്തിയാർജിക്കുമോ? ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. രാജ്യം മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം അതിശക്തമായ ജനകീയ പ്രക്ഷോഭമാണ് ഡൽഹി ജന്തർ മന്ദിറിൽ CJP നടത്തിയത്. ഐതിഹാസികമായ ആ സമരത്തിനൊടുവിൽ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊക്കെ നേടിയെടുത്തു. 12 വർഷം നീണ്ടുനിന്ന മോദി ഭരണത്തിൽ ആദ്യമായി ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. ഇത് തുടക്കം കുറിക്കുന്നത് മോദി ഭരണത്തിന്റെ അവസാനമോ? ജനങ്ങളോട് തന്നെ ചോദിക്കാം. ഒരു പ്രശ്നം വരില്ല. CJP ഒന്ന് ഇനി പൊങ്ങി വരുമെന്ന് തോന്നുന്ന തന്നെ ഒരു അബദ്ധം, ഒരു രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കണം. ഇതൊരു സ്റ്റുഡൻസ് മൂവ്മെൻ്റ് ആയതുകൊണ്ട് മാത്രം വിജയിച്ചതാവാനാണ് ചാൻസ്. കോൺഗ്രസ് ഇനി അതിനെക്കുറിച്ച് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കുറേ കാലം കൊണ്ട് ഭരിക്കുകയല്ലേ, ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിന്റെ മുതലെടുപ്പ് തന്നെയാണ് മെയിനായിട്ട്. അതിന്റെ അത് മറ്റേ മാറ്റം വിചാരിക്കണം കോൺഗ്രസ് വരണം. ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് രാജിവെച്ചിട്ടുള്ളത്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് വരുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല. സമരത്തോട് ഞാൻ പൂർണ്ണമായിട്ടും അനുകൂലിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു BJPയുടെ ഒരു അവസാനം എന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നും പോകുന്നില്ല. പിന്നെ ഒരു കണക്കിന് വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചത് വളരെ നല്ലത് തന്നെയാണ്. കഴിഞ്ഞ സാധാരണപ്പെട്ടവൻ്റെ മക്കൾ പഠിക്കുന്ന അതിൻ്റെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ക്യാൻസൽ ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്ക് വന്നു. നിങ്ങൾ മനസ്സിലാവണം, അവസരങ്ങൾ കിട്ടുന്നില്ല. വയസ്സുകളായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിദ്യാർത്ഥികൾക്കാകുമ്പോഴും അവരുടെ ഏജുകൾ കൂടുന്നതനുസരിച്ചും അവർക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടും. വിദ്യാർത്ഥികൾ നടത്തിയ സമരം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യതയും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അവർ നടത്തിയുള്ള സമരം. അപ്പോൾ അവരുടെ ഒരു ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു സമരം തന്നെയാണ് അവർ ചെയ്തത്. അല്ലാതെ അതിനെ വില കുറച്ച് കാണുകയും അതിനെ ഒരു ലളിതമായി കണ്ട് അതിനെ അടിച്ചമർത്താം എന്തും ചെയ്യുന്നുള്ള ആ ഒരു തോന്നലല്ല. പക്ഷേ ജനങ്ങളെ ഇപ്പം ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പാണിത്. അതായത് യുവത്വത്തിൻ്റെ ഭാവി കാലം നിർണ്ണയിക്കുന്നത് അവരുടെ കയ്യിലാണ്. അപ്പോൾ അവരുടെ ഭാവിക്ക് വേണ്ടി പോരേണ്ടത് അവർ തന്നെയാണ്. നല്ലതാണ്, കാരണം ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഒന്നും കിട്ടാണ്ടിരിക്കുമ്പോൾ ഒരു ഇതുണ്ടായിട്ടേ അവർ രാജിവെപ്പിക്കില്ല എന്നല്ലേ പറഞ്ഞത്. പിന്നെ എന്തിൻ്റെ വലിയ അപ്പം പിള്ളേരെ മുമ്പിൽ മുട്ടുകുത്തിയില്ലേ. സമരം ഒരാളെ രാജിവെപ്പിക്കില്ല, ബാക്കിയെല്ലാ ഒത്തുതീർപ്പുകളും നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രത്തിന് വഴങ്ങിയില്ലേ. അതാണ് ജനം. നമ്മുടെ സിസ്റ്റത്തോട് നമുക്കുള്ളൊരു അക്കൗണ്ടബിലിറ്റിയെ ചോദ്യം ചെയ്തതാണ്. അതിന് നീഡഡ് ആയിട്ടുള്ളൊരു ആൻസർ ആയിരുന്നു അത്. കാരണം അത് വെറുതെ ഒരു ചോദ്യം ആയിരുന്നില്ല, അതിന് ഒരു ഉത്തരം വേണമായിരുന്നു. പിന്നെ രാജിവെക്കുക എന്ന് പറയുന്നതായിരുന്നു അതിന് വേണ്ട ഉത്തരം. ശരിക്കും നമ്മുടെ സർക്കാരും കേന്ദ്ര ഗവൺമെൻറ്റാണല്ലോ ആരാണെങ്കിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ചുമതലയാണ് അവർക്കുള്ളത്. പക്ഷെ അവർ ഇപ്പോൾ ഈ ഒരു സ്റ്റുഡൻസിൻ്റെ ഒക്കെ കാര്യത്തിൽ അവർ ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്ത സ്ഥിതിക്ക് തിരിച്ചടി ഉണ്ടാവും. വിദ്യാർത്ഥികൾ ഞാൻ ഫുൾ സപ്പോർട്ടാണ്. കാരണം നമുക്ക് നമ്മുടെ എക്സാം ഇങ്ങനെ ഇതിലൊക്കെ ആക്കുമ്പോൾ നമ്മൾ തിരിച്ച് പ്രതികരിക്കും. നമ്മുടെ പ്രതികരണം നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഇതാവും റിസൾട്ട്. മോദി സർക്കാരിന് തീർച്ചയായിട്ടും അതൊരു തിരിച്ചടി തന്നെയല്ലേ. തീർച്ചയായിട്ടും അതൊരു തിരിച്ചടി തന്നെയാണ്. ജൻസി എന്ന ആൾക്കാരെ വില കുറച്ച് കണ്ട്, ആദ്യം സുപ്രീം കോടതി ജഡ്ജി വില കുറച്ച് കണ്ട്, അതിനുശേഷം മോദി സർക്കാർ വില കുറച്ച് കണ്ട്, അതിനുശേഷം മൊത്തത്തിൽ ഡൽഹി ഗവൺമെൻറ്റും വില കുറച്ച് കണ്ട്, ശേഷം അത് തിരിച്ചല്ല, അതിനെ തിരുത്തേണ്ടതായിട്ട് അവർക്ക് പ്രഷർ വന്നതിന് ശേഷമാണ് അവർ തിരുത്തിയിട്ടുണ്ട്. ഒരിക്കലും രാഷ്ട്രീയ പ്രേരിതമായിട്ട് കാണാൻ കോക്രോച്ച് ജനതാ പാർട്ടി അംഗീകരിച്ചിട്ടില്ല. മറിച്ച് ഇത് ഒരു പ്രതിപക്ഷത്തിനൊരു ഊർജ്ജം തന്നെയാണ്. സമരത്തിലൂടെ CJP നേടിയെടുത്ത വിജയം കേന്ദ്ര സർക്കാരിനും അതേപോലെ തന്നെ മോദിക്കും തിരിച്ചടിയാണെന്നാണ് ജനങ്ങളുടെ പൊതുവായ അഭിപ്രായം. രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്കപ്പുറം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ഡൽഹിയിൽ നടന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ അഭിജിത്തിനൊപ്പം ജോയ്മോൻ ജോസ്, ന്യൂസ് മലയാളം.